ഹായ് വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ ടീഷർട്ട് വെച്ച് ഒരു പൈസ പോലും ചിലവില്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി തറ തുടയ്ക്കുന്ന മോപ്പാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബോട്ടിലാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഷാമ്പൂവിൻ്റെ ബോട്ടിലാണ്. ഷാമ്പൂവിൻ്റെ ബോട്ടിലൊക്കെ ആകുമ്പോൾ നല്ല നീളം ഉണ്ടാവും, നല്ല പരന്നിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നല്ല നീളമുള്ള ബോട്ടിൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ല നീളത്തിൽ നമുക്ക് മോപ്പ് ഉണ്ടാക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷാമ്പൂ തന്നെ വേണമെന്നില്ല കേട്ടോ, ഡെറ്റോളിൻ്റെ ബോട്ടിൽ എടുക്കാം. ഇങ്ങനെ പരന്ന കുറേ ടൈപ്പ് ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വാങ്ങിക്കാൻ കിട്ടുന്നതെല്ലാം നമ്മൾ ഉപയോഗിച്ചതുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതാ ഇതുപോലത്തെ ഭാഗം. അതുപോലെ ആ താഴ്ഭാഗത്തും ഒരു ഇതുണ്ടാവും, അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കളയണം. ഒരുപാടൊന്നും കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും ആ അടപ്പ് വരുന്ന രണ്ട് സൈഡ് ഭാഗം മാത്രം കട്ട് ചെയ്ത് കളയുക. നമുക്ക് എത്രയും നീളം കിട്ടും അത്രയും നല്ലതായിരിക്കും മൂപ്പ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഷാമ്പൂവിൻ്റെ ബോട്ടിലാണ് കുറച്ച് നീളമായിട്ട് തോന്നിയത്, അതുകൊണ്ടാണ് ഇതിപ്പോൾ എടുത്തത്. ഇനി നമുക്കിത് ഈ ഒരു ഭാഗം കൂടെ ഇതുപോലെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ വളഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ, അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ ഈ ബോട്ടിലൊന്ന് തുറന്നെടുക്കുക. ഇപ്പോൾ തുറക്കുമ്പോൾ നല്ലൊരു ഷാമ്പൂവിൻ്റെ മണമുണ്ട്. ഞാൻ കഴുകിയെടുത്തതാണ്, എന്നിട്ട് പോലും നല്ല ഒരു ഷാമ്പൂവിൻ്റെ ആ ഒരു മണം ഉണ്ടല്ലോ, അത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം വൃത്തിയായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതുപോലെ ഹോളും ഇട്ടെടുക്കണം. അപ്പോൾ ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഈസി മെത്തേഡ് എന്തെന്ന് വെച്ചാൽ സ്ക്രൂ ഡ്രൈവർ ഒന്ന് ചൂടാക്കണം. തീയിൽ കാണിച്ച് അടുപ്പിൽ കാണിച്ച് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മതി. നല്ല എളുപ്പത്തിൽ ഹോളിടാം. അതുപോലെ മുകളിലും ഞാനിങ്ങനെ ഒന്ന് ഒരു വട്ടത്തിന് കത്തി വെച്ച് കീറി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്ത് ഇങ്ങനെ റൗണ്ടിൽ കീറണം, അതായത് ഒരു ഭാഗത്ത് ഇങ്ങനെ കീറണം. നമ്മൾ വെട്ടിയെടുത്ത ഭാഗത്ത് സ്ക്രൂ ഡ്രൈവർ ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഹോളിട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് നല്ല റൗണ്ടായിട്ടുള്ള ഹോളിട്ടെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ടീഷർട്ടാണ്. പഴയ ഒരു ടീഷർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ടീഷർട്ടിന് പകരം സാധാരണ ആണുങ്ങൾ ഉപയോഗിക്കുന്ന ബനിയൻ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് വെള്ള കളറാണല്ലോ, വെള്ള തന്നെ വേണമെന്നില്ല. പക്ഷെ നമ്മൾ വാങ്ങിക്കുന്ന മോപ്പൊക്കെ വെള്ള കളർ ആയതുകൊണ്ടാണ് വെള്ള എടുത്തത്. ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് ടീഷർട്ട് ഇനി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ദാ ഈ ടീഷർട്ട് രണ്ട് ഭാഗമായിട്ടാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ദാ ഈ ഒരു പീസ്, പിന്നെ ഈ മുകളിലത്തെ ഒരു പീസും കൂടെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അളവൊന്നും വേണ്ട, ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി ഏകദേശം. അതിനുശേഷം ഒരു സൈഡൊന്ന് കട്ട് ചെയ്ത് വിട്ടതിന് ശേഷം ഇന്ന് നീളത്തിൽ ആക്കിയെടുക്കണം. അങ്ങനെയാണ് നമ്മുടെ മോപ്പിന് വേണ്ടിയിട്ടിത് വേണ്ടത്. അപ്പം അതുപോലെ തന്നെ ഇതുപോലെ ചെറിയ 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 പീസുകളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യണം. മോപ്പൊക്കെ ഇങ്ങനെയാണല്ലോ, ചെറിയ ചെറിയ കുഞ്ഞു 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 പീസായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു 2-2.5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ വിട്ടിട്ട് വേണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. കണ്ടോ, ഇങ്ങനെ മടക്കി വയ്ക്കുമ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ ഈ ടീഷർട്ട് കൊണ്ട് 2 പീസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 2 പീസും ഞാൻ ഇതുപോലെ മുറിച്ചെടുത്തതാണ്. ഇതിപ്പോൾ അളക്കൊന്നും വേണ്ട, ഏകദേശം 2-2.5 ഇഞ്ച് വീതി വിട്ടതിന് ശേഷം ഇതാ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോൾ നല്ല 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇതിൽ പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ആ മുകളിലത്തെ ഭാഗവും കുറച്ച് ഭംഗിയില്ലാത്ത പ്രിൻ്റൊക്കെ ഉള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് ആ ഭാഗം ആദ്യം പിടിപ്പിക്കാം, എന്നിട്ട് മുകളിലായിട്ട് നല്ല വൃത്തിയുള്ള ഭാഗവും പിടിപ്പിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത്. ഒന്ന് ചുറ്റിയെടുക്കുക. ഇതിൻ്റെ ഹോളിട്ട ഭാഗത്ത് വേണം നമ്മളിങ്ങനെ ഒന്ന് വൃത്തിക്ക് ചുറ്റിയെടുക്കാൻ. വൃത്തിക്ക് ചുറ്റാൻ വലിയ എളുപ്പമൊന്നുമില്ല. ഇങ്ങനെ കറക്റ്റ് വെച്ചതിന് ശേഷം അകത്തൂടെ കയറ്റിയിട്ട് ഇതാ ഇങ്ങനെ ചുറ്റിയെടുത്താൽ മതിയാവും. അപ്പോൾ 2 പീസായിട്ടാണല്ലോ തുണിയുള്ളതും, അതുപോലെ തന്നെ ആ ബോട്ടിൽ നമ്മൾ കീറിയതും 2 പീസായിട്ടാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഒരു സൈഡിൽ ഞാനിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഗൺഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ്. ഗൺഗ്ലൂ വെച്ച് ഒട്ടിച്ചത് കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. പക്ഷേ കറക്റ്റ് ഇത് വൃത്തിക്കിരിക്കാൻ വേണ്ടി മാത്രം, ഞാനിത് സെറ്റ് ചെയ്യുന്നവരെ വൃത്തിക്കിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഗൺഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നത്. അത് ഒട്ടിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, ഒട്ടിച്ചിട്ട് കാര്യമില്ല. ഇത് മാത്രം കൊണ്ട് ഒരിക്കലും മോപ്പ് നിൽക്കില്ല. അതിന് നമ്മൾ വേറെ പരിപാടി ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഷേപ്പിന് ഇരിക്കാൻ വേണ്ടി മാത്രം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഒട്ടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞാൻ മുകളിലത്തെയും താഴത്തെയും പീസ് വെച്ചിട്ട് ഈ 2 സൈഡും ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി വൃത്തിക്ക് മുകളിലത്തെ ഭാഗം, അതായത് നമ്മൾ ടീഷർട്ടിൻ്റെ താഴ്ഭാഗം കട്ട് ചെയ്തത് എടുത്തുകൊണ്ട് ഇതുപോലെ നല്ല വൃത്തിക്കൊന്ന് 2 സൈഡും കവർ ചെയ്യണം. അപ്പോൾ നല്ല വൃത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഗൺഗ്ലൂ വെച്ച് ജസ്റ്റ് ഞാനൊന്ന് ഒട്ടിച്ചൊന്ന് ഇരിക്കാൻ വേണ്ടി മാത്രം, തെന്നി പോവാതിരിക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ഒട്ടിച്ച് ഒന്ന് അകത്തൂടെ കയറ്റിയിട്ട് കവർ ചെയ്ത് എടുക്കണം. അങ്ങനെ 2 സൈഡും വൃത്തിയായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പം പുറമേ ഉള്ള ഭാഗത്ത് പ്രിൻ്റൊന്നും കാണില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു മോപ്പിൻ്റെ ലുക്ക് കിട്ടും.
അപ്പോൾ ഇതിപ്പോൾ ഇതുപോലെയാണ് ഞാൻ ഒട്ടിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡിൽ കൂടെ ഇനി അതുപോലെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. രണ്ട് സൈഡും കൂടെ ആകുമ്പോൾ അടിപൊളിയാവും. അപ്പം ആ സൈഡിൽ വെക്കാനുള്ള തുണിയും ഞാനിങ്ങനെ ഒന്ന് വെച്ച് ചെയ്യുവാണ്. അപ്പം താഴത്തെ ടീഷർട്ടിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ടീഷർട്ടിൻ്റെ താഴത്തെ സ്റ്റിച്ചൊക്കെ ഉള്ള ഭാഗമായതുകൊണ്ട് ഒരു വൃത്തിയൊക്കെ ഉണ്ട് നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ. നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഇതൊരു അകത്തൊരു ബോട്ടിലാണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ മാത്രമേ ആൾക്കാർ അറിയുള്ളൂ. അത്രയ്ക്ക് വൃത്തിയുണ്ട് ബോട്ടിലായതുകൊണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ മോപ്പിൻ്റെ താഴ്ഭാഗം എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് ഇനി വേറെ പണിയൊന്നുമില്ല. ഇനി നമ്മളിത് ഉറപ്പിക്കുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൂചിയിൽ നൂല് കയറ്റിയതിന് ശേഷം നമ്മൾ ഈ ഹോളിട്ട ഭാഗങ്ങളില്ലേ, അത് നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ അറിയാം എവിടെയൊക്കെയാണ് ഹോളിട്ടത്. ആ ഹോളിട്ട ഭാഗത്തൂടെ കയറ്റിയിട്ട് ഒന്ന് തയ്ച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനായിട്ട് നല്ല കട്ടിയുള്ള നൂല് ഉപയോഗിക്കണം. ആ കട്ടിയുള്ള നൂലില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലുള്ള സാധാരണ തയ്ക്കുന്ന നൂലെടുത്തിട്ട് ഒരു 4-5 മടക്ക് ആയിട്ട് എടുത്തതിന് ശേഷം ഒരു വലിയ സൂചി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഇപ്പോൾ കാണുന്നില്ലേ ഈ സ്റ്റിച്ച്? ഒരു 4-5 സ്റ്റിച്ചേ ഉള്ളൂ. ആ ഹോളിട്ട ഭാഗത്തൂടെ മാത്രമാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഹോൾ ഇടുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലാതെ ഗൺഗ്ലൂ ഒന്നും വെച്ച് ഒട്ടിച്ചാൽ ഇരിക്കില്ല. അപ്പം സ്റ്റിച്ച് ചെയ്താൽ ഒരിക്കലും ഇളകിപ്പോവില്ല. നല്ല കട്ടിയുള്ള നൂലാണെങ്കിൽ അതൊട്ടും ഇളകിപ്പോവില്ല. അപ്പം നന്നായി ടൈറ്റാക്കി കെട്ടിയെടുക്കുക. ഇനി താഴത്തെ ഭാഗം ഒന്ന് സിസേഴ്സ് വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഒരു ഭംഗിക്ക് മാത്രം ചെയ്യുന്നതാണ്. എന്തെങ്കിലും എക്സ്ട്രാ കിടക്കുന്നെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കളയുക. കളഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമുക്ക് നല്ലൊരു വൃത്തിയും ലുക്കും കിട്ടാൻ വേണ്ടിയിട്ട് കളയുന്നതേ ഉള്ളൂ. അപ്പം അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചെയ്യേണ്ടത് മുകൾ ഭാഗത്തെ മോപ്പല്ലേ, അപ്പോൾ ആ ഒരു കോല് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പം ഞാൻ പഴയ ഒരു മോപ്പിൻ്റെ ആ ഒരു കോലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്ത് പഴയതായ മോപ്പിൻ്റെ കോലൊക്കെ കളയാതെ എടുത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു കമ്പ് എടുത്താലും മതിയാവും. അപ്പോൾ ഇതൊരു മെറ്റലിൻ്റെതാണ് കേട്ടോ, ഇവിടെ നിന്ന് ഒടിഞ്ഞു പോയതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് മുകളിലായിട്ട് ഒരു ഇഞ്ച് മുകളിലായിട്ട് 1 ഇഞ്ച് കൂടുതൽ വിട്ടിട്ടുണ്ട്. ഒരു ആണി വെച്ചിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ആണി വെച്ച് ചുറ്റിക വെച്ച് അടിച്ചു കൊടുത്താൽ മതി, ഹോൾ വീഴും. അതിനുള്ള കട്ടി അതിനുണ്ടാവുള്ളൂ. അപ്പോൾ ആ ഹോൾ എന്തായാലും ഇടണം. തടിയുടേതാണെന്നുണ്ടെങ്കിലും ഒരു ആണി വെച്ചിട്ടിടാം, അല്ലെങ്കിൽ ഡ്രില്ലിങ് മെഷീൻ ഇട്ടിട്ട് വേണമെങ്കിലും ഇടാം. ആ ഹോളിട്ട ഭാഗം വരെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുക. ആ ഹോളിട്ട ഭാഗം കാണുന്ന രീതിയിൽ വേണം ഉള്ളിലേക്ക് കയറ്റാൻ. അതായത് ഹോളിട്ട ഭാഗം കുറച്ച് പുറത്ത് നിൽക്കണം, ആ രീതിയിൽ ഉള്ളിലേക്ക് കയറ്റുക. ഇനി നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൽ, അതായത് ഈ ബോട്ടിലിൻ്റെ ഭാഗത്ത് ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ചൂടാക്കി 2 ഹോളും കൂടെ ഇടുന്നുണ്ട്. നമ്മൾ ഈ കോല് കയറ്റിയതിൻ്റെ അപ്പുറവും ഇപ്പുറവും ആയിട്ടാണ് 2 ചെറിയ ഹോൾ ഇതുപോലെ ഇട്ട് കൊടുത്തത്. കണ്ടോ? അപ്പം ഈ ബോട്ടിലിൻ്റെ ഭാഗത്ത് 2 ഹോളുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഒരു കോലിലും നമ്മളൊരു ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു വലിയ സൂചിയുടെ ബാക്കിൽ ഇതുപോലെ കട്ടിയുള്ളൊരു നൂല്, ഇതൊരു കട്ടിയുള്ള കുറച്ച് എലാസ്റ്റിക് പോലത്തെ ഒരു നൂലാണ്, നൂല് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇത്രയും കട്ടിയുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നീളത്തിലുള്ള തുണിയുടെ പീസായാലും മതി. അപ്പോൾ അത് ഇതുപോലെ സൂചിയിൽ കയറ്റിയിട്ട്, അല്ലെങ്കിൽ കൈകൊണ്ടാണെങ്കിലും ചെയ്യാൻ കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് സൂചി കയറ്റുന്നതേ ഉള്ളൂ, ഹോളിൽ കൂടെ കയറാനുള്ള എളുപ്പത്തിൽ. അകത്തുനിന്ന് കയറ്റി ഇതുപോലെ കോലിലെ ഹോളിൽ കൂടെ കയറ്റി ഇറക്കി വീണ്ടും ബോട്ടിലിലെ ഹോളിലൂടെ താഴോട്ട് ഇറക്കുക. ഇങ്ങനെ 2-3 പ്രാവശ്യം കറക്കി എടുക്കുമ്പോൾ ഒരു സ്റ്റിച്ച് പോലെ ഇരിക്കും. ഈ കട്ടിയുള്ള നൂലില്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് നൂൽക്കമ്പി ഉണ്ടല്ലോ, നൂൽക്കമ്പിയാണെന്നുണ്ടെങ്കിൽ നല്ല ബലമാണ്. അപ്പോൾ നൂൽക്കമ്പി ഉണ്ടെന്നുള്ളവർക്ക് സൂചിയുടെ ഒന്നും ആവശ്യമില്ല. നൂൽക്കമ്പി വെച്ച് ജസ്റ്റ് 2-3 പ്രാവശ്യം കറക്കി ഒന്ന് ഈ ഹോളുകളിലൂടെ കയറ്റിയിട്ട് കൂട്ടി കെട്ടിയാൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ താഴെ ഒന്ന് കൂട്ടി കെട്ടുവാണ്. 2-3 കെട്ട് കെട്ടണം. അതുപോലെ 2-3 പ്രാവശ്യം ഈ ഹോളുകളിൽ കൂടെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് കയറ്റി ഇറക്കണം. എങ്കിലേ നന്നായിട്ട് നമ്മൾ എത്ര തുടച്ചാലും ഇത് ഇളകി പോകാതെ നന്നായിട്ട് നിൽക്കുള്ളൂ. കണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ചെറിയ നൂല് വെച്ച് കെട്ടിയെടുത്തിട്ടുണ്ട്. നൂൽക്കമ്പി ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യുക. നല്ല ബലമുള്ള നല്ല വൃത്തിയുള്ള ഒരു അടിപൊളി മോപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കിയെന്നൊരു ഫീല് വരില്ല, അത്രയ്ക്കൊരു വൃത്തി ഉണ്ടാവും. നമ്മൾ വെള്ള ബോട്ടിലൊക്കെയാണ് എടുക്കുന്നതെങ്കിലും നല്ല വൃത്തിയായിട്ടിത് ഉറപ്പിക്കുന്നതെങ്കിലും. കണ്ടോ? അപ്പോൾ ഇതുപോലെ തറ തുടയ്ക്കാവുന്നതാണ്. ഞാനിപ്പോൾ തറ തുടയ്ക്കുകയല്ല, ചുമ്മാ ഒന്ന് കാണിക്കുവാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ കാണാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അതുപോലത്തെ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം താങ്ക് യു.